പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്മാരെ തൂക്കിയെടുത്ത് അകത്തിടുക. നിയമം നടപ്പിലാക്കുകയല്ലേ, പോലീസുകാർക്ക് എന്താ അത് ചെയ്തുകൂടെ? കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ്. കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നത് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF ആണ്. ഇവർക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യമാണ്, വി ഡി സതീശൻ സർക്കാർ ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കിയാൽ പിണറായി വിജയൻ എന്ന നേതൃത്വം കൊടുക്കുന്ന LDF ഒരു കാരണവശാലും എതിർക്കൂല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവിടുത്തെ ഇടതും വലതും കൂടെ ചേർന്നിട്ട് ഈ നിയമം ഒന്ന് നടപ്പിലാക്കുന്നത് കാണിച്ചതാ. ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ കൊടിയും പിടിച്ച് കൊക്കണവും പിടിച്ചുകൊണ്ട് നടക്കുന്നതൊന്നും ബോധ്യപ്പെടുത്തിത്താ. നമസ്കാരം. കഴിഞ്ഞ ദിവസം പന്തീരങ്കാവ് ടോൾ പ്ലാസയിൽ ഉണ്ടായിട്ടുള്ള ഒരു തർക്കം അത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ആ വക്കീലുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, ഹിബത്തുള്ളായിട്ട് സംസാരിച്ചിരുന്നു. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡില്ല അവിടെ. അദ്ദേഹത്തിന് പോകേണ്ടത് 2 കിലോമീറ്റർ അപ്പുറത്താണ്. ആ 2 കിലോമീറ്റർ അപ്പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഹൈവേയിൽ കയറിയിട്ട് ടോള് കൊടുത്തിട്ട് അപ്പുറത്ത് 1.5 കിലോമീറ്റർ കഴിയുമ്പോൾ ഇറങ്ങി അദ്ദേഹത്തിന് പോകണം. ഈ 2 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി അയാൾ 140 രൂപ ടോൾ കൊടുക്കണം. എന്തൊരു ഗതികേടെന്ന് ആലോചിച്ച് നോക്ക്. അതായത് ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റോഡ് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. നിലവിലുള്ള റോഡിലൂടെ അങ്ങനെ കൊണ്ട് പോട്ടെ, പുതിയ റോഡ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ വേണം എന്ന് പറയുന്നെങ്കിൽ ഒരു മര്യാദ ഉണ്ടായിരുന്നു. അതിൽ റോഡിൽ കയറുന്നിടത്ത് ഇറങ്ങുന്നിടത്തും ടോൾ വെച്ച് കഴിഞ്ഞാൽ പൈസയും കൊടുത്തിട്ട് പൊയ്ക്കോളും. കയറുന്നിടത്ത് റീഡ് ചെയ്യും, ഇറങ്ങുന്നിടത്ത് ചെല്ലുമ്പോൾ ഇത്ര രൂപ എന്ന് കാണിക്കും. അതവിടെ ഇതിൽ നിന്ന് റീഡ് ചെയ്തങ്ങ് പൊയ്ക്കോളും. ഏത് ഫാസ്റ്റാക്കി എടുത്ത് പൊയ്ക്കോളും. അതാകുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരത്തിനുള്ള ടോളും ആ ഒരു സിസ്റ്റമൊക്കെ ഇവിടെ കൊണ്ടുവരണം. പോട്ടെ, ഞാൻ പറയുന്നത് 140 രൂപ കൊടുക്കണം നമുക്ക് 50 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. 50 കിലോമീറ്റർ സഞ്ചരിക്കാൻ 140 രൂപ കൊടുക്കണമെന്തിനാണ്? പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട്. അതായത് ഒന്ന് കൊല്ലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ കൊണ്ട് നമ്മളവിടെ എത്തും. 4:32 320 കിലോമീറ്റർ. അതെ, 4 മണിക്കൂർ കൊണ്ട് എത്തും. പക്ഷെ നമ്മൾ എത്തൂല. ഓരോ ടോൾ പ്ലാസയിലും 1/2 മണിക്കൂറൊക്കെ കാത്തു കിടക്കേണ്ടി വരും. 20 മിനിറ്റ് 30 മിനിറ്റ് കാത്തു കിടക്കേണ്ട സാഹചര്യം. വേഗത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ടോൾ കൊടുത്ത് ചെയ്യുന്നത്. ഇത് നമ്മുടെ കേരളത്തിലെ പോലീസും കേരളത്തിലെ നമ്മുടെ മന്ത്രിമാരും വി ഡി സതീശൻ സർക്കാരും കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരും ഇവിടുത്തെ കേരളത്തിലെ പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവും അടക്കമുള്ള മുഴുവൻ ആൾക്കാരും നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൂപ്പറായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഇതിങ്ങനെ പറയാൻ കാരണം എന്തെന്നറിയാം? നിങ്ങൾ ഓരോ ടോൾ പ്ലാസയിൽ എത്തുമ്പോഴും ആ ടോൾ പ്ലാസയ്ക്ക് ഏകദേശം ഒരു 100 മീറ്റർ ഇപ്പുറത്ത് ഒരു വര വരച്ചിട്ടിട്ടുണ്ടാവും. 2 യെല്ലോ ലൈൻ റോഡിന് കുറുകെ വരച്ചിട്ടിട്ടുണ്ടാവും. ആ യെല്ലോ ലൈനിൻ്റെ പുറത്തേക്ക് വരി നീണ്ടാൽ ആ ടോള് ഗേറ്റ് തുറന്ന് പെട്ടെന്ന് ട്രാഫിക് ഒഴിവാക്കണം, അങ്ങ് കടത്തിവിടണം. അതിൽ റീഡ് ചെയ്താലും റീഡ് ചെയ്തില്ലെങ്കിലും വേഗം തുറന്ന് ട്രാഫിക് ഒഴിവാക്കി കൊടുക്കണം. കാര്യം വേഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോൾ കൊടുത്ത് ചെല്ലുന്നത്. അതാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ 1 കിലോമീറ്റർ 1/2 കിലോമീറ്ററൊക്കെ നീളത്തിന് ഇങ്ങനെ ക്യൂ കിടക്കും. ഏത് ഈ യെല്ലോ ലൈനും കഴിഞ്ഞിട്ട് 1 കിലോമീറ്റർ ക്യൂ ഉണ്ടാവും. ഇതാണ് അവസ്ഥ. എല്ലാവരെയും പൈസ വാങ്ങിയിട്ട് പോകും. അവിടെ തൊപ്പിയും കുപ്പായും ഇട്ട് ചില മണഗുണാഞ്ചം പോലീസുകാരന്മാർ അവിടെ നിൽക്കും. എന്തിനാണ് ഇവനെയൊക്കെ അവിടെ നിയമിച്ചേക്കണമെന്നറിയോ? ഈ യെല്ലോ ലൈന് കടന്നു പോയി കഴിഞ്ഞാൽ അത് തുറന്നു വിടാൻ വേണ്ടിയിട്ടാണ്. ട്രാഫിക് പെട്ടെന്ന് അത് തുറന്നു വിട്ട് ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവരൊക്കെ ഈ ടോളുകാരുടെ ആൾക്കാരായി നിൽക്കണം. പിന്നെ അവിടെ കുറേ ട്രാഫിക്, നമ്മുടെ ഈ പോലീസിൽ ഹോം ഗാർഡിനെ നിയമിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ട്രാഫിക്കിൽ അതുപോലെ കുറച്ച് ഗാർഡുകളെ നിയമിച്ചിട്ടുണ്ട്. അവറ്റകളും അവിടെ നിർത്തിയേക്കെന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ടോളുകാർ ടോള് പിരിക്കുന്നുണ്ട്, ആ ടോള് കൊടുത്താണ് യാത്രക്കാർ പോകേണ്ടത്. കാര്യം ശരി. ആ സമയത്ത് അവർക്കൊരു അവകാശമുണ്ട്. ഈ ടോള് കൊടുത്തു പോകുന്നവർക്ക് അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അവരുടെ വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ട സാഹചര്യം വന്നാൽ അത്, മറ്റ് സൗകര്യങ്ങൾ, ഇതൊക്കെ അവർക്ക് കൊടുക്കണം. അതിന് പുറമെ പെട്ടെന്ന് പോകാൻ കഴിയണം. പെട്ടെന്ന് പോകാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സം നീക്കി കൊടുക്കണം. അതിൽപ്പെട്ടതാണ് ഈ യെല്ലോ ലൈനിന് പുറത്തേക്ക് വാഹനം നീണ്ടു കിടന്നാൽ. ഇത് കൃത്യമായിട്ട് ചെയ്തൊരു പോലീസുകാരുണ്ടായിരുന്നു. 2016 DYSP KK രവീന്ദ്രൻ പാലിയേക്കര ടോൾ പ്ലാസയിൽ ഇത് കൃത്യമായിട്ട് ചെയ്തിരുന്നു. അതിനാണ് അദ്ദേഹത്തെ മറ്റൊരു കേസ് വന്നപ്പോൾ അതിൽ കുടുക്കിയിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം മാറ്റി കാസർഗോട്ടേക്ക് ഇട്ടത്. ഇതിൽ നിന്ന് തന്നെ മാറ്റിയത്. DSP വേഗം തൂക്കിയെടുത്തുകൊണ്ട് കാസർഗോട്ടേക്ക് ഇട്ടു. ഇതേ രമേശ് ചെന്നിത്തല തന്നെയാണ് അന്ന് എടുത്തിട്ടത്. പക്ഷേ പിന്നെ അദ്ദേഹം തിരുത്തിയിട്ടോ. അദ്ദേഹത്തിന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തിരികെ വീണ്ടും DYSP ആയിട്ട് കൊണ്ടുവന്നു. പക്ഷേ എങ്കിലും ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതായത് ഇവിടുത്തെ കോൺഗ്രസിനെ അറിയാം, ഇവിടുത്തെ BJPക്ക് അറിയാം, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാവർക്കും അറിയാം, ഈ ടോൾ പ്ലാസകളിൽ ഇങ്ങനൊരു നിയമമുണ്ട്. ഒരു യെല്ലോ ലൈൻ വരച്ചിട്ടിട്ടുണ്ട്.
അതിൻ്റെ പുറത്തേക്ക് വാഹന നിര നീണ്ടു കഴിഞ്ഞാൽ ടോൾ ഗേറ്റ് തുറന്നിട്ട് പെട്ടെന്ന് അവരെല്ലാവരെയും ഒഴിവാക്കണം. എപ്പോഴും റോഡ് എപ്പോഴും ക്ലീനായിട്ട് കിടക്കണം. ആർക്കും അവിടെ തടസ്സമില്ലാതെ പോകാൻ കഴിയണം. തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ് നിയമം. ആ നിയമം നടപ്പിലാക്കാൻ മറ്റതിനുറപ്പുള്ള ഏതെങ്കിലും ഭരണകർത്താക്കൾ ഇവിടെ ഉണ്ടോ? ഒന്ന് പറയും, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വി ഡി സതീശന് എന്ത് പറ്റുമോ? വി ഡി സതീശൻ്റെ പോലീസുകാർക്ക് പറ്റുമോ? കേരളത്തിലെ ടോൾ ബൂത്തുകളിൽ മുഴുവൻ അവരെ നിയമിക്കുക. നിയമമാണല്ലോ നടപ്പിലാക്കേണ്ടത്. നിയമം നടപ്പിലാക്കണം. പോലീസ് പറയണം, അവരോട് പറയണം, ഈ യെല്ലോ ലൈൻ കടന്നിട്ട് ആരെങ്കിലും നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ പൊന്തിച്ചങ്ങോട്ട് ഒഴിവാക്കുക. ടോളിൽ നിൽക്കുന്നവരോട് പോയി പണിയൊക്കാൻ പറയുക. പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്മാരെ തൂക്കിയെടുത്ത് അകത്തിടുക. നിയമം നടപ്പിലാക്കുകയല്ലേ. പോലീസുകാർക്ക് എന്താ അത് ചെയ്തുകൂടെ? ടോളുകാർക്ക് കുട പിടിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ? ജനങ്ങളുടെ മണ്ടയിൽ ഗുണ്ടകളായിട്ടാണ് ഈ ടോളുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒന്നും ഒരുത്തനുമില്ല. ഒരു ഭാഷ അറിയാത്ത കുറേ അലവലാദികളെയാണ് അവിടെ പിടിച്ച് നിർത്തിയിട്ടുള്ളത്. ശരിയല്ല, അത് മാറണം. ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രിയുണ്ട്, രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞത്. ഒരു ഇത്തിരി തരുമ്പെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ കേരളത്തിലെ ടോൾ ബൂത്തുകളിൽ ഇത് നടപ്പിലാക്കണം. നിയമമാണല്ലോ നടപ്പിലാക്കുന്നത്. ഒരു കോടതിയും എതിര് പറയില്ല. അവിടെ എല്ലാ വശത്തും ഒരു എല്ലാ ലൈൻ വരച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് വാഹന നിര നീണ്ടു കഴിഞ്ഞാൽ അവർ അപാകതയാണ്. അപ്പം തന്നെ തുറക്കണം. അപ്പം തന്നെ തുറന്ന് നീക്കിവിടാനുള്ള സൗകര്യം ചെയ്യണം. അത് ഒഴിവാക്കി കൊടുക്കണം. കാര്യം സർവീസ് റോഡ് പോലും ഇല്ലാത്തതാണ് ആ മേഖലയിൽ. അപ്പോൾ ആ ഒരു സൗകര്യം നിയമമാണ്. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച നിയമമാണ്. അത് നടപ്പിലാക്കിയിട്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഒന്ന് ശരിയാക്കി കൊടുക്കുക. ഈ ഒരു ഒറ്റ കാര്യം ചെയ്താൽ തന്നെ ഈ ട്രാഫിക്കിൽ കിടന്നുകൊണ്ട് പോകാതെ തന്നെ ഒന്ന് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ ഈ ടോൾ മുതലാവും. അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. കാരണം ഇത്രയും പൈസ കൊടുത്തിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 4 മണിക്കൂർ കൊണ്ട് എത്താമെന്നൊക്കെ നമ്മൾ കരുതുന്നത്. ഈ പറയുന്ന 300 കിലോമീറ്റർ നടക്കില്ല. അപ്പോൾ ഒരു മിനിമം ഒരു 10 അല്ല 7 ടോളെങ്കിലും വരും. ആ 7 ടോളിൽ ഒരു 10 മിനിറ്റ് കടന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? അതായത് 4 മണിക്കൂർ എത്തേണ്ടത് ഒരു 5.5 മണിക്കൂർ സമയം എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് തേങ്ങയ്ക്കാണ് ഈ ടോൾ കൊടുക്കുന്നത്? അതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ്. കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നത് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF ആണ്. ഇവർക്ക് 2 പേർക്കും അറിയാവുന്ന കാര്യമാണ്. വി ഡി സതീശൻ സർക്കാർ ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കിയാൽ പിണറായി വിജയൻ എന്ന് നേതൃത്വം കൊടുക്കുന്ന LDF ഒരു കാരണവശാലും എതിർക്കൂല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവിടുത്തെ ഇടതും വലതും കൂടെ ചേർന്നിട്ട് ഈ നിയമം ഒന്ന് നടപ്പിലാക്കുന്നത് കാണിച്ചതാ. ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ കൊടിയും പിടിച്ച് കൊക്കടവും പിടിച്ചുകൊണ്ട് നടക്കുന്നതൊന്നും ബോധ്യപ്പെടുത്തിത്താ. Different angles. Don't forget to subscribe and support this channel.